+2 അക്കൗണ്ടൻസി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന ചാപ്റ്ററിൽ നിന്ന് സാധാരണ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനായിട്ട് എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മളൊരു പ്രോബ്ലം കിട്ടിയാൽ നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് വൈൽ സോൾവിങ് പ്രോബ്ലംസ് ഇൻ ദി ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നിട്ടുണ്ടാവും ആരൊക്കെയാണ് പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് ആ ഒരു പോയിൻ്റാണ്. പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത്. ദെൻ പിന്നീട് നമുക്ക് തൊട്ട് താഴെ തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ നോക്കണം. അതിൻ്റെ ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവ്, അതല്ലെങ്കിൽ റിസർവ് ഫണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കത് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിലാണ് അത് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതും പഴയ റേഷ്യോയിൽ, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അസറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ലോസ് ആണ്. ഈ ലോസ് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ ഓൾഡ് റേഷ്യോയിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് റിവാല്യുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഒരു ഐറ്റം അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നു കഴിയുമ്പോൾ അത് എവിടെയൊക്കെ വരും, എങ്ങനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് സാധാരണ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരിക, പുതിയ പാർട്ട്ണർ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ അയാൾ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് എന്നും പറഞ്ഞ് പുതിയ ആളുടെ കോളത്തിൽ ആ എമൗണ്ട് എഴുതണം. അതുകൂടാതെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന ക്യാഷിൻ്റെ കൂടെ ഈ ക്യാപിറ്റലും കൂടെ ആഡ് ചെയ്ത് കാണിക്കും. പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഴയ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ആ ക്യാപിറ്റൽ എമൗണ്ട് കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ വരുന്നതാണ് പുതിയ പാർട്ട്ണർ ഗുഡ് കൊണ്ടുവരും. പുതിയ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോയിൽ വേണം ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നത് പഴയ റേഷ്യോ തന്നിട്ടുണ്ട്, ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, പുതിയ പാർട്ട്ണറുടെ ഷെയർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ പഴയ റേഷ്യോ തന്നെയായിരിക്കും, അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പഴയ റേഷ്യോയും പുതിയ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും വേണം. ചിലപ്പോൾ ഗുഡ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രമായിരിക്കും വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷ് എന്നും പറഞ്ഞെഴുതും. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്യാഷിൽ നിന്ന് അത് കുറയ്ക്കുകയും വേണം. പിന്നെ നമുക്ക് വരുന്നത് അസറ്റ്സിലും ലയബിലിറ്റീസിലും വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ അസറ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ഒരു അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, അതല്ലെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാല്യുവേഷൻ, അതായത് റിവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ആ എമൗണ്ട് നമുക്ക് കാണിക്കേണ്ടത്. ആ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. ഇനിയിപ്പോൾ ഒരു അസറ്റിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു എങ്കിൽ നമുക്കത് റിവാല്യുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. അതുപോലെ തന്നെ
ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് അത് കുറയ്ക്കുകയും വേണം. പിന്നെ നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് തരുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ബൈ റുപ്പീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആ എമൗണ്ടാണ് നമുക്ക് റിവാല്യൂഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. അതേസമയം ഇൻക്രീസ്ഡ് അറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ടു അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ടു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന എമൗണ്ടും അഡ്ജസ്റ്റ്മെൻറ്റിലെ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ ആ എമൗണ്ടാണ് റിവാല്യൂഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ആ റീവാല്യൂഡ് പുതിയ ഫിഗറാണ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ലയബിലിറ്റീസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ അൺറെക്കോർഡഡ് ലയബിലിറ്റി ബുക്കിൽ എഴുതാൻ മറന്നുപോയ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഇതെല്ലാം റിവാല്യൂവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കാണിക്കണം. അതേസമയം ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡിൽ ഈ എമൗണ്ട് പഴയ ഫിഗറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ദെൻ ഇപ്പോൾ റിവാല്യൂവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഏത് സൈഡിൽ വന്നാലും എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. റിവാല്യൂവേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗർ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നതെങ്കിൽ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് റിവാല്യൂഷൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് വന്നിരിക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റാണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതേസമയം ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം.